കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ പദ്ധതികൾ ഒന്നുചേർന്നപ്പോൾ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവിന്റെ വൈക്കത്തെ കൃഷിയിടത്തിൽ വിളഞ്ഞത് 100 മേനി. ശ്രീ പി രാജീവിന്റെ വൈക്കത്ത് 2 ഏക്കറോളം വരുന്ന പുരയിടത്തിലാണ് സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം. ആത്മ, സ്റ്റേറ്റ് ഹോട്ടൽ മിഷൻ, കേരളക്ഷാവാരം പദ്ധതി എന്നിവയുടെ സംയോജിത ഫലമായിട്ടാണ് 100 മേനി വിളവ് കൈവരിച്ചത്. പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന നൂതന കാർഷിക രീതിയാണ് ഇവിടെ അവലംബിച്ചത്. നൂതന കാർഷിക രീതികൾ വിജയകരമായി നടപ്പാക്കുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് നൂതന കാർഷിക മേഖലയിലെ ബോധവൽക്കരണം നടത്തുന്നതിനും സഹായിക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികളെ കൃഷിത്തോട്ടത്തിൽ എത്തിക്കുകയും കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ഈ തോട്ടം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആത്മ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ സന്ദർശനത്തോട്ടങ്ങളായും ഈ തോട്ടം മാറിയിട്ടുണ്ട്. വെണ്ട, മുളക്, വഴുതന, തക്കാളി, കാബേജ്, കോളിഫ്ലവർ എന്നിവയും കൂടാതെ സ്നോ വൈറ്റ് എന്ന കുക്കുംബർ വെറൈറ്റിയുടെ പ്രദർശനവും ഇവിടെ നടന്നു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഭാഗമായി വീഡ് മാറ്റ് ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. കേരള രക്ഷാവാരത്തിന്റെ ഭാഗമായി തെങ്ങ് സംരക്ഷണ പദ്ധതിയും സംയോജിപ്പിച്ചിട്ടുണ്ട്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് നൂതന കൃഷി രീതിയിൽ ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് വളം എന്ന തരത്തിൽ സംരക്ഷിത മാർഗത്തിലൂടെയാണ് പച്ചക്കറികൾ വളർത്തിക്കൊണ്ടുവന്നത്. വൈക്കം ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ശശികുമാർ, വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ അബ്ദുൽ സലാം റാവുത്തർ, വൈസ് ചെയർപേഴ്സൺ സൗദാമിനി അഭിലാഷ്, ആത്മ പ്രൊജക്ട് ഡയറക്ടർ മിനി ജോർജ്, ഡെപ്യൂട്ടി ഡയറക്ടർമാരായ റെജിമോൾ, ഡോക്ടർ ആനീസ്, വൈക്കം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബി രാജശേഖരൻ, സോണി സണ്ണി, ഗീതാ പുരുഷൻ, ഡി രഞ്ജിത് കുമാർ, ഗിരിജ കുമാരി, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ മേസൺ മുരളി, ലിഡ, ആശ, നിമിഷ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ വൈക്കത്തെ മന്ത്രിയുടെ വസതിയിൽ വിളവെടുപ്പിനായി ഒത്തുകൂടി. കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന്റെ ഭാഗമായി നിരവധി പദ്ധതികളുടെ ഏകോപനത്തോടുകൂടി അവരുടെ മുൻകൈയിലാണ് ഇത്തവണത്തെ കൃഷി നടന്നിട്ടുള്ളത്. ആത്മയുടെ ഡെമോൺസ്ട്രേഷൻ മണമറവിൻ്റെ നമ്മൾ നേരത്തെ ഇവിടെ നിർമ്മിച്ചതാണ്. അതിനിടയിലുള്ള കൃഷി, അതുപോലെ തന്നെ ജലസേചനത്തിന് വളരെ ടാർഗറ്റായിട്ടുള്ള സംവിധാനം, എല്ലാ രീതികളും പുതുതായി പരീക്ഷിച്ചിട്ടുള്ള കൃഷിയാണ്. ഇപ്പോൾ കൃഷി വകുപ്പ് പൂർണ്ണമായും മണ്ണിലേക്ക് ഇറങ്ങി നടത്തിയിട്ടുള്ള ഒരു കൃഷിയാണ്. അതിനവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ നടിയിൽ ഉത്സവത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് കിട്ടിയ വിളകൾ പൂർണ്ണമായിട്ടും സ്കൂളിലേക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കുക എന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. അപ്പം അതിൻ്റെ വിളവെടുപ്പായിരുന്നു. നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷമുണ്ട്. വിഷൻ ന്യൂസ്, വൈക്കം.